യുടെ ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ അതിഭീകരമായ ഡാമേജ് ഉണ്ടായിക്കൊണ്ട് ഡേറ്റാ സെന്ററുകൾക്ക് എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റിയും വെള്ളവും അതിഭീകരമായ അളവിൽ വേണം. നമ്മൾ ഒരു ഗൂഗിൾ സെർച്ചിന്റെ ഒക്കെ ഒരു 10 മടങ്ങ് വരും ചാറ്റിൽ. നമ്മൾ ഒരു ചെറിയ സാർ പറഞ്ഞത് 100% കറക്റ്റ് ആണ്. പക്ഷെ അതേ സമയത്ത് ഈ വരാൻ പോകുന്ന ജനറേഷന്റെ ഏറ്റവും വലിയൊരു സ്വഭാവം സവിശേഷതയായിട്ട് പറയുന്നത് ദേ വിൽ ബി ഹാവിംഗ് ഹൈ സസ്റ്റൈനബിൾ തോട്ട്സ് എന്നാ. ആൽഫ ബീറ്റ ജനറേഷനിലുള്ള ആളുകൾക്ക് സസ്റ്റൈനബിലിറ്റി ഗോളുകളും സസ്റ്റൈനബിലിറ്റി തോട്ടുകളും വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ പറഞ്ഞ 100% കറക്റ്റ് ആണ്. ജെൻസിനെക്കാട്ടിലും ഈ തൊട്ട് താഴെയുള്ള ജനറേഷൻ ഇതിനെ കുറിച്ച് ഭയങ്കര അവെയർ ആയിരിക്കും എന്നുള്ളതാണ് പ്രൊഡിക്ഷൻസ്. അല്ല ഇത് പറയാനുള്ളത് ഇപ്പൊ പുതിയ കൂടുതൽ ഉപയോഗിക്കൂ. അതായത് കൺസംഷൻ കൂടുതൽ വേണം. ഇതിന്റെ CPU ഇതിന്റെ പ്രോസസിങ്ങിന് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള CPU വേണം എന്നുള്ളത് കൊണ്ട് GPUs ആണ് അതിന് പറയാം. GPU. അപ്പൊ അത് കൂടുതൽ ഞാൻ ചോദിക്കട്ടെ സുരേഷ്, ഇപ്പൊ താങ്കൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പഠനം നടത്തിയ ആളെന്ന് നിലയിൽ ചോദിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു സയൻസ് സബ്ജക്റ്റ് പഠിച്ച ഒരു ഡിഗ്രി വിദ്യാർത്ഥി പണ്ടവൻ നേരിട്ട് എവിടെയെങ്കിലും പോയ ക്യാമ്പസ് സെലക്ഷനോടൊക്കെ എവിടെയെങ്കിലും കയറി പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള സാധ്യതകളില്ല. അപ്പം അങ്ങനെയുള്ളവർ ഏത് വഴി യാത്ര ചെയ്താൽ അവർക്ക് വഴി രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്? സാർ, ഇന്നത്തെ കാലഘട്ടത്തില് എല്ലാ മേഖലകളിലും വന്നു. നേരത്തെ നമ്മളിവിടെ ഹോസ്പിറ്റാലിറ്റി പറഞ്ഞു, എല്ലാത്തിലും വന്നു. ഇപ്പോ എനിക്കതിൽ ഒരു കുട്ടികളോട് പ്രത്യേകിച്ച് പുതിയ ജനറേഷനോട് പറയാനുള്ളത്, അവർ ഈ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കി സമയം കളയുന്ന പിള്ളേരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. അവർ ഈ സമയം നോക്കി ഇതും സ്ക്രോൾ ചെയ്ത് ഇതും കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെടുന്നുണ്ട്. അവരിനി ഇറങ്ങി വരുന്നത് വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കില്ല് ഏത് ഭാഗത്ത് ഞാൻ ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ ഒരു കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി എന്ത് നോക്കണം, എനിക്ക് എങ്ങനെ ഡാറ്റ അനലിറ്റിക്സ് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ടൂളുകളുണ്ട്. ഇനി അങ്ങനത്തെ വേക്കൻസികളുള്ള ഒരിക്കലും ഒരു അക്കൗണ്ട്സിന്റെ ഡാറ്റ എൻട്രിക്ക് വേണ്ടി ചിലപ്പോൾ ആൾക്കാർ എടുത്തോളുന്നില്ല. അതേപോലെ സയൻസ്, സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻട്രി ലെവൽ ജോലി കിട്ടിയ ഒരിടത്തിൽ ജോലിക്ക് കയറാനായിരിക്കും എല്ലാവരും കൊടുക്കുക. അവിടെ അതിന്റെ അടുത്ത ലെവലിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികളേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ഇന്റേൺഷിപ്പ് അല്ല, ഡയറക്റ്റ് എനിക്ക് അങ്ങനെ ഒരു അസിസ്റ്റന്റ് മാനേജർ ആവാൻ പറ്റും എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ശ്രമിച്ചാൽ മാത്രമേ അവർക്ക് അവിടേക്ക് എത്താൻ പറ്റൂ. അതിന് വേണ്ടുള്ള ശ്രമം സയൻസ് പഠിക്കുന്നവരും കൊമേഴ്സ് പഠിക്കുന്നവരും എല്ലാവരും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവർക്കൊക്കെ കഷ്ടപ്പെടും. ഈ ശാസ്ത്ര സാങ്കേതിക സാധ്യതകൾ പുതിയ ലോകം തുറന്നിടുമ്പോൾ അത് വേസ്റ്റ് ആക്കാനും അത് ദുരുപയോഗം ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. കുഴപ്പത്തിലാക്കാൻ വരുന്നവരാരെയാ? കുഴപ്പത്തിലാക്കാൻ ഏറ്റവും കൂടുതൽ ഫ്രോഡുകൾ നടത്താൻ ഫിനാൻഷ്യൽ ഫ്രോഡുകളായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. ഇന്ന ആളാണെന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുക, എനിക്ക് കുറച്ച് പൈസ അയക്കണം എന്ന് പറഞ്ഞ വോയിസുകൾ ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ ഇതിൽ നടക്കും. പിന്നെ അതേപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളെ പ്രേമിക്കുന്നു, അപ്പുറത്തിരിക്കുന്ന ആള് മനുഷ്യനാണോ അല്ലെന്ന് അറിയാതെ ആ ഒരു ലോകത്തിൽ ജീവിച്ച് അയാളെ പ്രേമിച്ച് അയാളുടെ കൂടെ ഇറങ്ങി പോകുന്നു എന്ന് പറയുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ചെറിയ ശതമാനമാണ്. പക്ഷെ ഈ പറയുന്ന ടെക്നോളജിയുടെ പുറകെ പോകുമ്പോൾ ആദ്യം ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് മനുഷ്യനേ ഉള്ളൂ. അത് ഏക്കില്ല. ആ കോമൺ സെൻസ് ആദ്യം ഉണ്ടാക്കണം. അത് ഇപ്പോഴുള്ള ജനറേഷൻ ആൾക്കാർ, ഒരു മിഡ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് ഇതിനൊന്നും പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫൂളിഷ്നെസ് ആണ്. ആ കാര്യത്തിൽ മനുഷ്യനോട് കോമ്പറ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ല. നമ്മൾ നാച്ചുറൽ ഫൂളിഷ്നെസിന്റെ കുത്തക മനുഷ്യൻ നമുക്ക് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.